ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് നമ്മളെ വീട്ടിലുള്ള 3-4 ചേരുവ ചേർത്തും കൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഒരു സ്വീറ്റ് ബോൾ ഉണ്ടാക്കുന്നതാണ് കാണിച്ചിരുന്നത്. ഇത് ശരിക്കും അറേബ്യൻ ഫുഡാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിക്ക് 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഷുഗർ, 1 ടീസ്പൂണ് ഈസ്റ്റ്, ഇതൊന്ന് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് 2 ടേബിൾ സ്പൂണ് മിൽക്ക് പൗഡർ, 1/2 ടീസ്പൂൺ ഉപ്പ്, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ, പിന്നെ 2 കപ്പ് മൈദയും കൂടി ഇട്ട് നമ്മൾ ശരിക്കും ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് വെള്ളമൊക്കെ കുറച്ച് കുറവാണെങ്കിൽ അതൊക്കെ രണ്ടാമതൊന്ന് പാർന്നതിന് ശേഷം അതായത് നമ്മളൊരു കയ്യിലെടുത്ത് കഴിഞ്ഞാൽ ഇറ്റിപ്പോകുന്ന ആ ഒരു പരുവത്തിലേക്കായിരിക്കണം നമ്മുടെ ഇത് മാവ് കുഴച്ചിട്ടുള്ളത്. അതിനനുസരിച്ചിട്ട് വെള്ളം കുറച്ച് കുറയ്ക്കുകയൊക്കെ ചെയ്യാം നിങ്ങൾക്ക്. അതിന് ശേഷം 1 ടേബിൾ സ്പൂണ് എണ്ണയും കൂടി ചേർത്തിട്ട് നമ്മൾ ശരിക്കൊന്ന് മിക്സെല്ലാം ചെയ്ത് അതിന് ശേഷം ഇതുപോലെ നമ്മളൊരു ഫോയിൽ എടുത്തിട്ട് നമ്മൾ കവർ ചെയ്ത് ഒരു 45 മിനിറ്റ് നേരം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്കൊരു ഷീര ഉണ്ടാക്കാം. അതിനു വേണ്ടിക്ക് ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ബോയിൽ ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനൊരു ടീസ്പൂണ് ലൈം ജ്യൂസും പിന്നെ 1/2 ടീസ്പൂണ് വനീലൻ്റെ എസൻസും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 8-10 മിനിറ്റ് നേരം ഇതൊന്ന് ബോയിലായതിന് ശേഷം നമ്മളെ കൈക്കൊക്കെ ഒട്ടുന്നൊരു പരുവായിക്കഴിഞ്ഞ് നമുക്കിത് വാങ്ങി വെക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെയും കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മാത്രമേ എനിക്ക് അടുത്തുള്ള വീഡിയോ ഇടാനുള്ള ഒരു മോട്ടിവേഷൻ ആവുകയുള്ളൂ. അപ്പോൾ കൂടെയുള്ള ബെല്ലൈക്കനും കൂടി ഒന്നമർത്തുക. അപ്പം നമ്മളിവിടെ ക്ഷീര മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 45 മിനിറ്റായി. അപ്പം നമ്മൾ ഇതുപോലെ നമ്മളെ വേപ്പിംഗ് ക്രീമൊക്കെ ഇടുന്ന ഒരു കവർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് 45 മിനിറ്റിന് ശേഷം നമ്മളെ മാവ് ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ആ മാവിനെ നമ്മളൊന്ന് സ്പൂൺ കൊണ്ടോ കൈ കൊണ്ടോ ഒന്ന് അതിൻ്റെ കുമിളകളൊക്കെ ഒന്ന് അമർത്തിയതിന് ശേഷം നമ്മളെടുത്തുള്ള ബാഗിലേക്ക് നമ്മളിത് ഒന്ന് നമ്മളെ കയ്യിലേക്ക് ഒതുങ്ങുന്ന രീതിയിൽ നമ്മൾ വേപ്പിംഗ് ക്രീമൊക്കെ ഇടുന്ന പോലെ നമ്മളൊന്ന് ഫില്ല് ചെയ്തെടുത്ത് നമ്മൾ ഏകദേശം അത് നമ്മളെ കൈ കൊണ്ട് പിടിക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലേക്കുള്ള നമ്മൾ 2-3 പ്രാവശ്യമായിട്ട് ഇതുപോലെ ഇട്ടിട്ട് എടുക്കേണ്ടി വരും. കാരണം മാവ് നമ്മൾ 2 കപ്പ് മാവില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു 3/4 ഭാഗം എടുത്തിട്ട് ഇതുപോലെ തലവശം കട്ട് ചെയ്യുക. ഇപ്പം നമ്മളാവുന്ന നമുക്കതൊരു ചെറിയ സ്വീറ്റ് ബോളാക്കിയിട്ട് നമുക്ക് എടുക്കണം. അതിന് വേണ്ടിക്ക് ഞാനിപ്പോൾ ഇവിടെ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ എണ്ണ നല്ല ശരിക്കൊന്ന് ചൂടായി പോരുമ്പോൾ നമ്മളൊരു ഇതേപോലത്തെ ഒരു ചെറിയൊരു സിസർ എടുത്തിട്ട് ഇതുപോലെ ഒരു 4-5 എണ്ണമൊക്കെ മുറിച്ച് കഴിയുമ്പോൾ ഒരു ചെറിയൊരു ഒട്ട് വരുന്ന സമയത്ത് പിന്നെ ആ എണ്ണയിലേക്ക് തന്നെ നമ്മളൊന്ന് ആ സിസർ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ ആ ഒട്ടുണ്ടാവില്ല. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ സിസർ എണ്ണയിലൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ഇതുപോലെ മുറിച്ച് നമ്മൾ പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ചിട്ടും ആദ്യം ഇട്ട സാധനം കളറ് മാറുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഏകദേശം പെട്ടെന്ന് കുറച്ച് സ്പീഡായിട്ട് തന്നെ ഈ സാധനങ്ങളൊന്ന് മുറിച്ചിട്ട് അതിലേക്ക് ഇടുക. ഇതിപ്പോൾ നമ്മൾ ഇതേപോലത്തെ വേപ്പിംഗ് പേപ്പർ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ 1/2 ലിറ്ററിൻ്റെ ഒക്കെ ബോട്ടിലില്ലേ, നമ്മളെ വെള്ളത്തിൻ്റെ ബോട്ടിൽ, അതിൻ്റെ അടപ്പ് വശം ഒരു ചെറിയൊരു ഹോൾസ് ഉണ്ടാക്കിയിട്ട് ആ ഹോൾസിലേക്കൂടെ നമ്മൾ പീനെടുത്താൽ മതി. ഇനി അതുമില്ല നമ്മൾ സ്പൂൺ കൊണ്ട് ഇടാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ സ്പൂൺ കൊണ്ട് ഇട്ടെടുത്താൽ മതി. പക്ഷേ സ്പൂൺ കൊണ്ട് ഇടുമ്പോൾ ഒന്ന് വലുതോ ഒന്ന് ചെറുതോ ഒക്കെ ആവും, കാണാനൊരു സ്റ്റൈല് കുറയും, അത്രേ ഉള്ളൂ. പക്ഷേ സാധനങ്ങളൊക്കെ നല്ല ക്ലിയറായി തന്നെ കിട്ടും. ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ ഏകദേശം എല്ലാ സാധനവും ഒരേ വലിപ്പത്തിലായി കിട്ടും. അപ്പോൾ ഒരേ വലിപ്പത്തിലുണ്ടാകുമ്പോൾ നമുക്കൊരു കാണാനും അതൊരു വൃത്തിയാണ്. അപ്പം നമ്മളൊരു എണ്ണയിൽ ഏകദേശം ഒരു 1 മിനിറ്റ് 1-1.5 മിനിറ്റ് നേരം നമുക്കിത് ഏകദേശം കുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതാ നമ്മളെ കളറൊക്കെ ഒന്ന് ഏകദേശം മാറി വരുന്നുണ്ട്. അപ്പം നമ്മൾ കൈയിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. കാരണം ഒരേ സൈഡ് കളറാവുകയും മറ്റേ സൈഡ് തീരെ
വേവാതിരിക്കുകയും കൂടി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സോഫ്റ്റായി പോകും. അതുകൊണ്ട് എല്ലാ ഭാഗവും റെഡ് വരുന്ന രീതിയിൽ തന്നെ നമ്മളിടുക. ഇതുപോലെ തന്നെ നമ്മളെല്ലാ സാധനവും ഒന്നൊന്നായിട്ട് നമ്മൾ പൊരിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ നേരം കൊണ്ട് നമ്മൾ ക്ഷീര ഏകദേശം തണുത്ത് വന്നിട്ടുണ്ട്. കാരണം ക്ഷീര നമ്മൾ കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെച്ചതല്ലേ. അപ്പോൾ ക്ഷീര ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് എണ്ണയിൽ നിന്ന് എടുത്ത് ഒരു അരിപ്പയിലേക്ക് എണ്ണയിൽ നിന്ന് കോരി എടുത്ത പാടന്നെ നമ്മൾ ആ ക്ഷീരയിലേക്ക് ഇടുകയാണ്. അപ്പോൾ അത് ഏകദേശം ഇതാ ഈ കളറൊക്കെ ആയതിന് ശേഷം ഇതാ നമ്മളിത് വാങ്ങി നേരെ നമ്മളെ ഒരു അരിപ്പയിലേക്ക് ഇതാദ്യം എടുത്തതിന് ശേഷം നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ച ക്ഷീര ഉണ്ടല്ലോ, ക്ഷീര ഇപ്പോൾ ഇത് നല്ല ഒരു കണ്ടസ്റ്റൻറ്റിലുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ആ ക്ഷീരയിലേക്ക് ഈ ബോളൊക്കെ ഒന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ഇതൊരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് നമ്മൾ സെർവ് ചെയ്യുന്ന ഏതാണെന്ന് പ്ലേറ്റ് ആ പ്ലേറ്റിലേക്ക് കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.